ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർഫ്. ഞാൻ അബു. അപ്പം നമ്മളിന്ന് ഷെഫ് പിള്ള ഹിറ്റാക്കിയ ഫിഷ് നിർവണ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ പൊള്ളിച്ച മീൻ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം മീനിൽ വരയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഫ്രഷ് തിലേപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചെറുതായിട്ട് വരയിട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് കരിമീനിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഏത് മീൻ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ നാടൻ തിലേപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ മറിച്ചിട്ടിട്ട് ഇങ്ങേ ഭാഗത്തും വരഞ്ഞു കൊടുക്കുക. നാടൻ തിലേപ്പി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേര് എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവ്വഹണിക്ക് ആവശ്യമായ മാങ്ങ കട്ട് ചെയ്യുക. ചെറുതായിട്ട് നമ്മൾ മാങ്ങ കട്ട് ചെയ്യുക. ഒരുപാടൊന്നും വേണ്ട, ശകലം മതി. ഇത്രയൊന്നും വേണ്ടി വരില്ല, ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇനി ഇതിനെ നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യുക. ഇത് നമ്മൾ തേങ്ങാപ്പാലിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കാൻ ആ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പുളിപ്പുള്ള മാങ്ങ, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നടുവേ 2ആയി കീറിക്കുന്നു. അത് ജസ്റ്റ് ആ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിന് 2ആയിട്ട് കീറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇഞ്ചി. അതും ഇഞ്ചിയും കുറച്ച് മതിയാവും. ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതിന് ചെറിയ പീസായിട്ട് ഇങ്ങനെ നീളത്തിലോ ഇല്ല കുനുകുനാന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്കിത് മുറിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ചെറുതാക്കിയിട്ട് മുറിച്ചിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുനുകുനാന്നാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് എല്ലാവിടെയും അതിൻ്റെ ഇഞ്ചിയുടെ ഫ്ലേവർ എത്തും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങനെ ആമ്പലിൻ്റെ ഇലയിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അരിഞ്ഞു വെച്ച പച്ചമുളക് നമുക്ക് ഇങ്ങനെ മാറ്റാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി മാറ്റാം. അപ്പോൾ നമ്മുടെ തിലേപ്പിയിൽ സിമ്പിളായിട്ടുള്ള മാരിനേഷൻ പ്രോസസ്സാണ് ചെയ്യാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ദെൻ 1/2 ടേബിൾ സ്പൂണ് ഇന്ദുപ്പാണ്, അതിനെ റോക്ക് സാൾട്ട് എന്ന് പറയും. എന്നിട്ട് ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂണ് വലിയ ടേബിൾ സ്പൂണിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മിക്സിനെയാണ് നമ്മൾ മീനിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് നമ്മുടെ തിലേപ്പിയ മീനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കിഡുമായിട്ടില്ല, അതിൻ്റെ ഈ വരകളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ നന്നായി തേച്ച് കൊടുത്ത് ഇങ്ങനെ ഭാഗത്തും ഇതുപോലെ വരൻ്റെ ഉള്ളിലൊക്കെ തേച്ച് ഈ വാലിൻ്റെ അവിടെ പിടിപ്പിച്ച് തലൻ്റെ അവിടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉൾവശം. ഒരു സിമ്പിൾ മാരിനേഷൻ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ തേങ്ങ പാലിൽ പൊള്ളിച്ചെടുക്കലാണ് മെയിൻ പ്രോസസ്സ്. നമ്മളൊരു വെറൈറ്റി ആയിട്ട് മീനിൻ്റെ തലയൊന്നും വേസ്റ്റൊന്നും ആവാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഹോം മെയ്ഡ് കട്ടാണ്, പുറത്തുനിന്ന് കൊടുത്ത് കട്ട് ചെയ്തല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഒന്നും കൂടി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കൊളുത്താം. നമ്മളെപ്പോഴും പറയുന്ന ഡയലോഗ്, പാലക്കാടിൻ്റെ ചൂടിന് നമ്മുടെ അടുപ്പ് കത്താൻ വലിയ സമയം പിടിക്കും. അപ്പോൾ നമുക്കെടുത്ത് ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ മീൻ പൊരിക്കാനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ തിലേപ്പി മീൻ ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ പൊരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഉഷാറായി കിട്ടുള്ളൂ. തിരിച്ചും മറിച്ചിടുക. നല്ല ഫ്രഷ് മീനിൻ്റെ സ്മെല്ല് അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മുടെ തിലേപ്പി മീൻ ഫ്രൈ ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലിൽ നമ്മുടെ തിലേപ്പി മീൻ പൊള്ളിക്കുന്നതിന് മുന്നേ നമ്മൾ മൺചട്ടിയിൽ ഇങ്ങനെ വാഴയില വെച്ച് കൊടുക്കുക. നമ്മൾ 2 ലെയർ വാഴയില വെക്കുന്നുണ്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഇങ്ങനെ വാഴയില വെച്ചിട്ട് വെളിച്ചെണ്ണ നമ്മൾ ഇങ്ങനെ തൂവി കൊടുത്ത് എല്ലാവിടെയും ഇങ്ങനെ പുരട്ടിയെടുക്കുക. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുക്കുക. ഇതിൻ്റെ മേലെ പൊള്ളിച്ച് വെച്ച നമ്മുടെ തിലേപ്പിയ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ പൊള്ളിച്ച് വെച്ച മീനിൽ 1-ാം പാൽ കട്ടിയായിട്ടുള്ള പാലെടുത്ത് തേങ്ങാപ്പാൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കീറി വെച്ച പച്ചമുളക് ഇങ്ങനെ ഓരോരോടെയായിട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണം ഇങ്ങനെ തൂവി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇങ്ങനെ എല്ലാവിടെയും വിതറി കൊടുക്കുക. അപ്പം നമ്മുടെ തിലേപ്പിയ മീൻ പതുക്കെ ഈ തേങ്ങാപ്പാലിൽ മെല്ലെ തിളപ്പിച്ചങ്ങോട്ട് എടുക്കുക. നന്നായി ഒന്ന് വേവിച്ചെടുത്താലേ ആ എല്ലാ മിക്സിങ്ങിൻ്റെയും ഇഞ്ചി, മാങ്ങ, മുളക്, ആ പൊരിച്ച് വെച്ച തിലേപ്പിയ മീൻ എല്ലാം കൂടി ആ തേങ്ങാപ്പാലിൽ മിക്സായിട്ട് അതിൻ്റെ അരോമ വന്നിട്ടൊരു അടിപൊളി ഫ്ലേവറിൽ കിട്ടും. അപ്പം നമുക്കിത് മൂടി വെച്ച് പതുക്കെ തിളപ്പിച്ചെടുക്കാം. നമുക്കിത് പതുക്കെ തുറന്നു നോക്കാം എങ്ങനെയുണ്ട് ഇത്. ആ ഇല വേകുന്ന സൗണ്ട് ഉണ്ടല്ലോ, നല്ല പോലെ കേൾക്കുന്നുണ്ട്. വാഴയില ഇങ്ങനെ ആ പച്ചൻ്റെ അത് മറ്റേ തീ തട്ടുമ്പോൾ പച്ച വാഴയില ചറപറ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് അടിപൊളിയായി കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ പതുക്കെ ഒന്ന് തിളച്ച് വരണം. കുറച്ച് നമ്മുടെ ഇന്ദുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ പാല് നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കണം നമ്മുടെ തേങ്ങാപ്പാൽ. ഈ തിളയിൽ നമ്മുടെ മീൻ അങ്ങനെ കിടന്ന് വെന്ത് ഉണ്ടല്ലോ സാറേ, ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കാരണം ഇതൊരുമാതിരി പിരിക്കും, കാരണം തേങ്ങയല്ലേ. അപ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വരുന്ന പോലെ ഒരു ഫീലിൽ ഇങ്ങനെ മാറും. നന്നായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം. അതിനെ പച്ച കുരുമുളക് നമ്മൾ ഇടിക്കണയിലിട്ടിട്ട് ആ ഇടിക്കുന്ന സാധനം കൊണ്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുരുമുളക് നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. കുറച്ച് നമ്മൾ പൊടിച്ചെടുത്ത കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവണ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ പൊള്ളിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇങ്ങനെ മീനിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഈ തേങ്ങാപ്പാൽ, ഇഞ്ചി, മാങ്ങ എല്ലാം കൂടി അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കശക്കങ്ങോട്ട് കശക്കിയിട്ട് നമ്മൾ പതുക്കത് ഇങ്ങനെ എടുത്ത് എൻ്റെ സാറേ ചാൻസേ ഇല്ല. കിഡു പറഞ്ഞാൽ കിഡു വേറെ ലെവൽ ടേസ്റ്റാണ്. ഒരു പീസും കൂടി നമുക്ക് വീണ്ടും എടുത്ത് നോക്കിക്കാം. ഇങ്ങനത്തെ ടെക്സ്ചർ ഉണ്ട്, വെളുത്തിട്ട് പൊള്ളിയായിട്ടുണ്ട്. ഇതിലൂടെ കുറച്ച് തേങ്ങാപ്പാൽ, നമ്മുടെ ഇഞ്ചി, മാങ്ങ കൂടി ഇങ്ങനെ മുക്കിയിട്ട് വീണ്ടും ഒരു വായും കൂടി കണ്ണീർ തുറക്കാൻ കിട്ടില്ല. നന്നായി ടേസ്റ്റാണ്. ഫസ്റ്റ് ക്ലാസ് റെസിപ്പിയാണ്. നമ്മുടെ ഈ തിലേപ്പിയ ഉണ്ടല്ലോ, തിലേപ്പിയ അത് നമ്മൾ കുളത്തുനിന്ന് ലൈവായിട്ട് മേടിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് പിടിച്ചൊരു മീനാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രഷ്നെസ് വേറെ ലെവലാണ്. നമ്മുടെ കരിമീനൊക്കെ ഒന്ന് ചിലപ്പോൾ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റിലുണ്ട് നമ്മുടെ തിലേപ്പിയ ഫ്രൈ ചെയ്ത് നമ്മുടെ തേങ്ങയിൽ പൊള്ളിച്ചെടുത്ത്. ശരിക്കും ഈ ഫിഷ് നിർവ്വഹണം വന്നിട്ട് നമ്മുടെ ഷെഫ് പിള്ളയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. മൂപ്പർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കിഡു സാധനം പറഞ്ഞാൽ കിഡു വേറെ ലെവല് പറഞ്ഞാൽ വേറെ ലെവലാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. റെസിപ്പിയും കിടലാണ്, ടേസ്റ്റും കിടലാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫിഷ് നിർവ്വഹണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടിയായിട്ട് ലഭിക്കും.
അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.